ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് റിയൂണിയൻ പോസിബിലിറ്റി യു വേഴ്സസ് ദം എന്നുള്ളതാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിയൂണിയൻ്റെ പോസിബിലിറ്റി എത്രത്തോളമാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണുമായുള്ള റീയൂണിയൻ പോസിബിലിറ്റി എത്രത്തോളമാണ്. റീയൂണിയൻ പോസിബിലിറ്റി യു വേഴ്സസ് ദം. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായുള്ള റീയൂണിയൻ്റെ പോസിബിലിറ്റി എത്രത്തോളം വലുതാണ്. റീയൂണിയൻ പോസിബിലിറ്റി കെ 8 of Wands. Reunion possibility versus them. Okay, Justice. നിങ്ങളുമായുള്ള റിയൂണിയൻ പോസിബിലിറ്റി എത്രത്തോളമാണ്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായുള്ള റിയൂണിയൻ പോസിബിലിറ്റി. റിയൂണിയൻ പോസിബിലിറ്റി versus them. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായുള്ള റിയൂണിയൻ്റെ പോസിബിലിറ്റി എത്രത്തോളമാണ്. നിങ്ങളുമായുള്ള റിയൂണിയൻ പോസിബിലിറ്റി. Reunion possibility you versus them. While watching this video, Archangels and spiritual gods, നിങ്ങളുമായുള്ള റിയൂണിയൻ പോസിബിലിറ്റി എത്രത്തോളം വലുതാണ്. ഓക്കെ, യെസ്. 5 of Pentacles. ഓക്കെ, അപ്പോൾ നിങ്ങളുമായുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ റീയൂണിയൻ പോസിബിലിറ്റി എത്രത്തോളമാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരുപാട് തവണയും ഈ റിലേഷൻഷിപ്പിൽ റിയൂണിയന് വേണ്ടിയിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ് ഫസ്റ്റ് കാർഡ് നമുക്കിവിടെ വ്യക്തമാക്കുന്നത്. എത്ര തവണ അവർ പരാജയപ്പെട്ടാലും അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുന്ന ടൈം വരെയും അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാനായിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രണയമോ കമ്മിറ്റ്മെൻറ്റ്സോ ഒന്നും ഈ വ്യക്തി തന്നിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റിസ് നൽകണം എന്ന് ഈ വ്യക്തി തീരുമാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, മേ ബി ഇതൊരു 48 hours പോസിബിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വളരെ കൂടുതൽ പേർക്കും. അതുപോലെ തന്നെ ഈ വ്യക്തി ഇതുവരെയും നിങ്ങളോട് പറഞ്ഞിട്ടില്ലാത്തതായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു സീക്രട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും നാളും അവരെ അതൊരു പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആരും അറിയാതെ അവരുടെ ഉള്ളിൽ ഒതുക്കിയിരുന്ന ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയണം എന്നുള്ള ഒരു കാര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ഒന്നിച്ചു ചേരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു കാര്യം നിങ്ങളോട് പറയാൻ എന്നതുകൊണ്ട് തന്നെ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിലേക്ക് വന്നു ചേരും, നിങ്ങളുമായിട്ടുള്ള റിയൂണിയനിൽ എത്തിച്ചേരും എന്ന് കാണുന്നുണ്ട്. കാരണം ആ വ്യക്തിക്ക് അറിയാം ആ ഒരു കാര്യം നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ അവർക്ക് നേടിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ അവരുടെ ലൈഫ് ലോങ് ഉള്ള സന്തോഷം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യം അവരിപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ലൈഫിൽ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടും മറ്റൊരു കാര്യങ്ങൾക്കും അവരിപ്പോൾ പ്രയോറിറ്റി നൽകുന്നില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തന്നെയാണ്, നിങ്ങൾക്ക് തന്നെയാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കാരണം അവർ അത്രത്തോളം നിങ്ങളെ ഇപ്പോൾ ഈ നിമിഷത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു, നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഓക്കെ, ആൻഡ് സോ അതിൻ്റെ പേരിൽ അവർ നിങ്ങൾക്കായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തന്നെ ആകർഷിച്ചെടുക്കാൻ അവർ ശ്രമിക്കുകയാണ്. അവർക്ക് നിങ്ങളില്ലാതെ
ഒരു ദിവസം പോലും മുന്നോട്ട് നീക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ ഒരു പ്രണയത്തിൻ്റെ പാനപാത്രവുമായിട്ട് അവർ നിങ്ങൾക്കായി തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ അറിയുക. ഓക്കെ, അവർക്ക് നിങ്ങളോട് അത്രയും ഒരു ഭ്രാന്തമായിട്ടുള്ള സ്നേഹമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അത്രയും ഒരു അട്രാക്ഷൻ, ഒരു ഇൻഫാക്ച്വേഷൻ എന്നൊക്കെ പറയാം. അത്രയും തീവ്രമായിട്ടുള്ള ഒരു പ്രണയമാണ് അവർക്കിപ്പോൾ നിങ്ങളോടുണ്ടാവുന്നത്. അവർക്ക് ആ ഒരു പ്രണയത്തിന് വേണ്ടി അവർ എന്ത് ചെയ്യാൻ ഇപ്പോൾ തയ്യാറാണ്, എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും അവർ തയ്യാറാണ്. എത്ര സ്ട്രഗിൾ ചെയ്യാനും ഏതൊരു വ്യക്തിയെ തന്നെയും അവർക്ക് എതിർക്കാനുള്ളതും ഒക്കെയായ ഒരു പവർ ആ വ്യക്തിയിൽ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് എന്നാണ് കാണുന്നത്. അവർക്ക് ഇനിയും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ടൊരു തീരുമാനം എടുക്കണം, അതിൽ ഉറച്ചു നിൽക്കണം, നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവർ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. അവർക്ക് കഴിയുന്നില്ല. മേ ബി നിങ്ങൾക്കും ഈ ഒരു സെയിം സിറ്റുവേഷൻ ആയിരിക്കാം. കാരണം അവരുടെ പല ഫീലിങ്സും നിങ്ങളുടെ ലൈഫിൽ മിററിങ് പോലെയാണ്. കാരണം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ കണക്ഷൻ അത്രത്തോളം ആഴമേറിയതാണെന്ന് നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണുള്ളത് എന്നറിയുക. അത്രയും സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. അവരുടെ ആത്മാവ് തന്നെ അവർ നിങ്ങളോട് പറയാൻ അതായത് ഒരു സോൾ മെസ്സേജ് പോലെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു കാര്യം തന്നെയാണ്. എത്രയും വേഗം നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവണം, ഒരു റീയൂണിയൻ ഉണ്ടാവണം എന്നുള്ളത്. ഓക്കെ, അത്രയും അവർ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് നിങ്ങളെ പ്രണയിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം. റീയൂണിയൻ പോസിബിലിറ്റി വേഴ്സസ് ദം, നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ പോസിബിലിറ്റി എത്രത്തോളം വലുതാണ്? റീയൂണിയൻ പോസിബിലിറ്റി ഓഫ് യു വേഴ്സസ് ദം, നിങ്ങളുടെ പേഴ്സണുള്ള റീയൂണിയൻ പോസിബിലിറ്റി എത്രത്തോളം വലുതാണ്? റീയൂണിയൻ പോസിബിലിറ്റി ഓഫ് പേഴ്സൺ ആൻഡ് ഓക്കെ, തീർച്ചയായിട്ടും ഓരോ മൊമെൻറ്റിലും അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്. നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരുന്ന ആ ഒരു നിമിഷം എണ്ണി അവർ കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു. നിങ്ങളോട് പറയാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകാനായിട്ട് അവർ ഒത്തിരി ഗിഫ്റ്റുകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് എന്നും കാണുന്നുണ്ട്. പലർക്കും ആ ഒരു എക്സ്പീരിയൻസ് ഫ്യൂച്ചറിൽ വരാനുള്ള സാധ്യതയുണ്ട്. വിത്തിൻ 48 hours ഒരുപാട് പേർക്ക് ഇത് മാനിഫെസ്റ്റ് ആവുമെന്ന് എനിക്കൊരു ഇൻറ്റ്യൂഷൻ ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു ഡീപ്പ് ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു സോണിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ലഭിക്കുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരാൻ പോകുന്നു. ഓക്കെ, ഒരുപാട് തരത്തിൽ മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഒരിക്കലും കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു സിറ്റുവേഷനും ഒരിക്കലും ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവില്ല. അതിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ വ്യക്തി കണ്ടിന്യൂസ്ലി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷ വിടാതെ തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഈ വ്യക്തിയെ നിങ്ങൾ ഈ നിമിഷം മുതൽ മാനിഫെസ്റ്റ് ചെയ്യുക. ഇതുവരെയും നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പോസിബിലിറ്റിയും ഇല്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ അത്തരം ചിന്തകൾ നിങ്ങൾ മാറ്റിവെക്കുക. ഈ നിമിഷം മുതൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നു എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, അതിനെ പോസിറ്റീവായിട്ട് എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ സമയം മുതൽ നിങ്ങളുടെ ഡിവൈൻ ടൈം നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുകയാണ്. ആ ഒരു റീയൂണിയൻ ടൈമാണിത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ വ്യക്തിയെ നിങ്ങൾ എല്ലാ രീതിയിലും അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സ്ട്രഗിൾസ് ആണോ വറീസ് ആണോ ഉള്ളത് അതെല്ലാം നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഈ ഒരു അഫർമേഷൻ പറയാൻ ശ്രമിക്കുക. ഐ എം സറണ്ടറിങ് ഓൾ മൈ വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദി ഡിവൈൻ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു മൊമെൻ്റാണിത്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ ഒരു മൊമെൻറ്റ് യൂട്ടിലൈസ് ചെയ്യുക. അത്രയും പോസിറ്റീവ് എനർജീസാണ് ഈ വരുന്നത്. ഈ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ഐ ആം അട്രാക്റ്റിംഗ് മൈ പേഴ്സൺ
ഇൻ ടു മൈ ലൈഫ്, അല്ലെങ്കിൽ ഐ ആം അട്രാക്റ്റിംഗ് മൈ ലവ് ഇൻ ടു മൈ ലൈഫ് എന്ന് പറയാം. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയെ എൻ്റെ ലൈഫിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള അഫർമേഷൻസ് നിങ്ങൾ പറയാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അഫർമേഷൻസിൽ ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ പല വീഡിയോസിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള മറ്റൊരു അഫർമേഷനാണ്, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എൻ്റെ ലൈഫിലേക്ക് തിരികെ വന്നതിന് നന്ദി നന്ദി നന്ദി. ഓക്കെ, ഒരുപാട് പേർക്കും ഇത് അറിയാമായിരിക്കും, പക്ഷേ അറിഞ്ഞുകൂടാത്ത പലർക്കും വേണ്ടിയിട്ടാണ് റിപ്പീറ്റായിട്ട് ഈ അഫർമേഷൻസ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അഫർമേഷൻസ് ഒക്കെ പറഞ്ഞു തരാനായിട്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേൾക്കുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, ഓൾ റൈറ്റ്. ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വാട്ട് ദേ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് ദേ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലവ്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ചോദ്യത്തിന് കണക്റ്റിംഗ് ആയിട്ടുള്ള മെസ്സേജ് തന്നെയാണ് ഫസ്റ്റ് ലഭിച്ചത്. നിങ്ങളുമായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഇൻറ്റൻസ് ഡിസയർ ടു സീ യു. നിങ്ങളെ നേരിട്ട് കാണാൻ ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് when I met you, my life completely changed. I don't wish to lose you. ഓക്കെ, നിങ്ങളെ കണ്ടുമുട്ടിയ ദിവസം മുതൽ അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെട്ടു പോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഐ എം സോറി. ഓക്കെ, അവർ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ നിങ്ങളോട് അതിന് സോറി പറയാണ്. ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ. ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, അവരുടെ വേദനകൾ എപ്പോഴും അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്ന് ഈ വ്യക്തി പ്രതീക്ഷിക്കുന്നു. മൈ സീക്രട്ട് ലവ് ഫോർ യു. ഓക്കെ, അവരിപ്പോഴും നിങ്ങളെ സീക്രട്ടായിട്ട് അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ആൻഡ് ഐ എം സോ റെസ്റ്റ്ലെസ്, കാൻ ഡു എനിത്തിങ് വിത്തൗട്ട് യു. ഓക്കെ, ഇപ്പോൾ അവർക്ക് നിങ്ങളില്ലാണ്ട് ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ആൻഡ് ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ്. ഓക്കെ, നിങ്ങളെ നേടിയെടുക്കുന്നത് വരെയും അവർ നിങ്ങൾക്കായിട്ട് ഫൈറ്റ് ചെയ്യും. യു ആർ മൈൻ, ഐ ലവ് യു. ഓക്കെ, നിങ്ങൾ അവരുടേതാണ്, അത്രത്തോളം അവർ നിങ്ങളെ പ്രണയിക്കുന്നുമുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ. Close connecting to this relationship. Okay. നമ്പർ 12 എന്നുള്ളൊരു നമ്പറാണ് ഫസ്റ്റ് ലഭിച്ചിട്ടുള്ളത്. ഗ്രീൻ കളർ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെയോ ഫേവറേറ്റ് കളർ ഗ്രീൻ ആയിരിക്കാം. റിയാക്റ്റീവ്, പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന സ്വഭാവമുണ്ട്. നമ്പർ 1, ഡിസംബർ മന്ത് ഈ റിലേഷൻഷിപ്പിന് സിഗ്നിഫിക്കൻ്റ് ആണെന്ന് കാണുന്നു. നമ്പർ 17, 27, നമ്പർ 18, ലെറ്റർ പി, 42, മേ ബി ഇതൊരു ഏജ് ആയിരിക്കാം. ജനുവരി മന്ത്, പർപ്പിൾ കളർ ഫേവറേറ്റ് ആയിരിക്കാം. ആൻഡ് 36, 25, ഗവൺമെൻറ് സർവീസ്, ഗവൺമെൻറ് ജോബുള്ളവരുണ്ടാവാം. ഗ്രീൻ കളർ, ജനുവരി മന്ത്, മെയ് മന്ത്. ഓക്കെ, നമ്പർ 13, ലെറ്റർ ഐ, 23, ബ്ലൂ കളർ, 17, ലെറ്റർ കെ, നമ്പർ 15,
ലെറ്റർ എം 22, ലെറ്റർ ഐ സ്പിരിച്വൽ പാത്ത്. ഓക്കെ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ളവരായിരിക്കാം. സോഷ്യൽ മീഡിയയ്ക്ക് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഗോൾഡൻ കളർ. ഓക്കെ, ലോങ് ഹെയർ. നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ ഹെയർ ലോങ് ഹെയർ ആയിരിക്കാം. എബ്രോഡ് ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. നമ്പർ 3, ലെറ്റർ ജെ, നമ്പർ 8 ആൻഡ് ഫൈനലി ജൂൺ മന്ത്. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക.